നമസ്തേ, എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലക്ഷ്മി പൂജയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണിത്. കാര്യം നമ്മുടെ ഈ കാലഘട്ടത്തിലെ വലിയൊരു പ്രശ്നം എന്നുള്ളത് കടങ്ങൾ കൊണ്ടുള്ള പ്രോബ്ലം തന്നെയാണ്. കടങ്ങൾ മാറുന്നതിന് വേണ്ടി താന്ത്രികങ്ങൾ, പൂജകൾ, വഴിപാടുകൾ, നാമജപങ്ങൾ ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യാറുണ്ട്. ചിലർക്കൊക്കെ അതിന് റിസൾട്ട് കിട്ടാറുണ്ട്. എന്നാൽ 100% ഫലം കിട്ടുന്ന ഒരു നാമജപത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ ഈ നാമം ചൊല്ലേണ്ടത്. അതൊരു മനുഷ്യന് കടമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കർമ്മഫലമാണ്. അത് ഇത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ്. ആരുടെയെങ്കിലും സ്വത്ത് അപഹരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നമുക്കത് കടങ്ങളും ബാധ്യതയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇരിക്കും. കഴിഞ്ഞ ജന്മത്തിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതനുസരിച്ചാണ് നമുക്ക് ഈ ജന്മത്തിൽ കടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ എന്താണോ പാപം ചെയ്തത് അതനുസരിച്ചാണ് നമുക്ക് വരും ജന്മങ്ങളിൽ ഫലം വരുന്നത്. അപ്പോൾ നമ്മൾ കാണാറില്ലേ, ഒരുപാട് പൈസയുള്ളവരൊക്കെ ചില രോഗങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നതൊക്കെ, അതൊക്കെ ഇതിൻ്റെ ഫലം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഏതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പാപങ്ങളാണോ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അടുത്ത ജന്മത്തിൽ വന്നുകൊണ്ടിരിക്കും എന്നാണ് നമ്മളുടെ ഇത് അനുസരിച്ചുള്ള വിശ്വാസം. അപ്പോൾ നമുക്ക് ലക്ഷ്മി പൂജ വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ ചെയ്യണം. ആ ലക്ഷ്മി പൂജയിൽ എന്തൊക്കെ പ്രത്യേകമായി ചെയ്താലാണ് കൂടുതൽ പ്രയോജനമുണ്ടാകുന്നത് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ. ഇത് കടബാധ്യതകളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ മാത്രം ഇത് കണ്ടാൽ മതി. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒന്നും ശരിയാവുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. നമുക്ക് ജാതകത്തിൽ നമുക്ക് എപ്പോഴും ശുക്രൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലുമുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ മെയിനായി മനസ്സിലാക്കുക. ശുക്രൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കടം വാങ്ങിയാൽ അത് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാനും അതുപോലെ തന്നെ കടങ്ങളില്ലാതെ ജീവിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ചിലർക്ക് ജാതകത്തിൽ ശുക്രൻ ശനിയുടെ പിടിയിലോ രാഹുവിൻ്റെ പിടിയിലോ ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് അവർ വളരെയധികം കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ശുക്രൻ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മഹാലക്ഷ്മിയാണ് ശുക്രൻ്റെ അംശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് മഹാലക്ഷ്മിയുടെ ആ ഒരു കടാക്ഷം നമ്മൾക്ക് ഉണ്ടാകണം. ഒരു പൂർണ്ണ കടാക്ഷം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് എല്ലാ ദിവസവും നമുക്കത് മഹാലക്ഷ്മി പ്രാർത്ഥിക്കാവുന്നതാണ്. രാവിലെയോ സന്ധ്യയ്ക്കോ ഒക്കെയായി പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം, പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കൂടുതൽ ഫലം ലഭിക്കും. അങ്ങനെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രി 8 മുതൽ 9 വരെയുള്ള സമയമാണ് ആ ഒരു സമയം. വെള്ളിയാഴ്ച ദിവസത്തിലെ രാത്രി 8 മുതൽ 9 വരെ അത് ശുക്രഹോരയാണ്. വെള്ളിയാഴ്ച ശുക്രഹോരയിൽ രാവിലെ 6 മണി മുതൽ 7 മണി വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും പിന്നെ 8 മണി മുതൽ 9 മണി വരെയുമാണ് വരുന്നത്. അപ്പോൾ ഒരു സംശയം തോന്നാം, എന്നാൽ പിന്നെ രാവിലെയുള്ള സമയത്ത് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചാൽ ഈ ഒരു ഫലം എന്തുകൊണ്ട് ലഭിക്കില്ല എന്നുള്ളത്. ശുക്രൻ എന്ന് പറയുന്ന നവഗ്രഹങ്ങളിൽ ചില ഗ്രഹങ്ങൾ പകൽ സമയത്ത് കൂടുതലായിട്ട് ആക്ടിവേറ്റ് ആകും. എന്നാൽ ചില ഗ്രഹങ്ങൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് കൂടുതൽ ആക്ടിവേറ്റ് ആകുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രഹം കൂടിയാണ് ശുക്രഗ്രഹം എന്ന് പറയുന്നത്. അതായത് സൂര്യ അസ്തമയത്തിന് ശേഷം കൂടുതൽ ബലം വരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള ശുക്രഹോരയിൽ മഹാലക്ഷ്മി പൂജ ചെയ്യണം എന്ന് പറയുന്നത്. നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും അതുവഴി ശുക്രയോഗവും ലഭിക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് ആണ്. മഹാലക്ഷ്മി എപ്പോഴും നമ്മൾ പറയും പാൽക്കടലിൽ നിന്നുമാണ് മഹാലക്ഷ്മി വന്നത് എന്ന്. ഒപ്പം ആരാണ് വന്നത്? ചന്ദ്രൻ മഹാലക്ഷ്മി സഹോദരൻ എന്നാണ്. അപ്പോൾ മഹാലക്ഷ്മിയോടൊപ്പം ചന്ദ്രൻ വന്നത് എപ്പോഴാണ് നമുക്ക് വിസിബിളായിട്ടുള്ളത്? രാത്രിയിലാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീസൺ. വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ 9 മണി വരെ, അതായത് ചന്ദ്രനെ വിസിബിളാകുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് കൂടുതൽ ഫലം നമുക്ക് ലഭിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ദിവസത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ രാവിലെ ശുക്രഹോരയിലോ ഇത് വരുമ്പോഴാണ് എപ്പോൾ വേണമെങ്കിലും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാമെങ്കിലും
എല്ലാവർക്കും ഇഷ്ടം മഹാലക്ഷ്മിയെ ആക്സസിബിളായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. ശുക്രഹോര, അതും രാത്രി 8 മുതൽ 9 മണി വരെയുള്ള സമയമാണ് നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാ വീടുകളിലും ഈ ലക്ഷ്മി സാന്നിധ്യം വരുമെന്ന വിശ്വാസമുണ്ട് നമുക്ക്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കാൻ അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ 8 മുതൽ 9 മണി വരെയുള്ള സമയം ചൂസ് ചെയ്യുന്നത്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള ഒരാളുണ്ട്. അതാരാണെന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. ദേവേന്ദ്രൻ, നമുക്കറിയാം, ദേവേന്ദ്രൻ തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചാണ് സകല സൗഭാഗ്യങ്ങളും തിരിച്ചു നേടിയത് എന്നാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ദ്രന് മഹാലക്ഷ്മിയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതിന് കാരണക്കാരനായ ഒരാൾ എന്ന് പറയുന്നത് അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമുനിയാണ് ഇന്ദ്രനോട് മഹാലക്ഷ്മിയുടെ ഈ ഒരു നാമമാണ്, ഈ ഒരു സ്തോത്രമാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തത്. ആ ഒരു അഷ്ടകം, ആ ഒരു സ്തോത്രമാണ് മഹാലക്ഷ്മി അഷ്ടകം. അപ്പോൾ മഹാലക്ഷ്മി അഷ്ടകം നമുക്ക് ഏതു സമയത്തും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചൊല്ലണമെങ്കിലും അതിൻ്റെ പൂർണ്ണഫലം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് ചൊല്ലേണ്ടത്. മഹാലക്ഷ്മി അഷ്ടകം എന്ന് പറയുമ്പോൾ ആ ഓരോ 4 വരികളിലും ഓരോ ലക്ഷ്മിമാരെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പലരും കരുതും മഹാലക്ഷ്മി അഷ്ടകത്തെക്കുറിച്ച് പറയാനാണോ ഇത്രയധികം പറഞ്ഞത് എന്ന്. എന്നാൽ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് എപ്പോഴും വിട്ടുപോകുന്നത് കൊണ്ട് മാത്രമാണ് 365 ദിവസവും മഹാലക്ഷ്മി കടാക്ഷം അഷ്ടകം ചൊല്ലിയിട്ടും അതിൻ്റേതായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കാത്തതിൻ്റെ മെയിൻ കാരണം. ആ രഹസ്യമായുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ കാര്യങ്ങളൊക്കെ പലരിൽ നിന്നും നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാകാം. നമ്മൾ ലക്ഷ്മി കടാക്ഷം ഒരു വലിയ പാർട്ടാണ്. ഇനിയിപ്പോൾ ഈ നമ്മളുടെ ഇത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗുണം എന്താണെന്നും അതിൻ്റെ പവർ എന്താണെന്നും. നമുക്കെല്ലാവർക്കും തന്നെ എപ്പോഴും പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് നല്ലതുപോലെ ജീവിക്കുന്നതിന് ആവശ്യമുള്ള പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. നിങ്ങളെങ്കിലും അതല്ല, കടങ്ങൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണമെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ? ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടായില്ലേലും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ 9 മണി വരെ ചൊല്ലുമ്പോൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 8 വെള്ളിയാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അഷ്ടകം ചൊല്ലുന്നത് വഴി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു നാമം ചൊല്ലുമ്പോൾ ഈ പാപങ്ങളെല്ലാം മാറിപ്പോകുമോ എന്നൊരു സംശയം മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എങ്ങനെ മാറുമെന്ന് പറഞ്ഞാൽ ഈ ഒരു നാമം ചൊല്ലുമ്പോൾ അതിൽ നമ്മളൊരു വാക്ക്, ആ 4ാമത്തെ ലൈനിൽ ലാസ്റ്റ് നമ്മൾ ചൊല്ലുന്ന ഒരു വാക്കുണ്ട്, നമോസ്തുതേ എന്ന്. ഓരോ 4 വരികളിലും ചൊല്ലി ആ നമോസ്തുതേ എന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ദേവിയുടെ മുന്നിൽ ആ ദേവിയുടെ കാൽപാദങ്ങളിൽ പൂർണ്ണമായി ശരണാഗതി എന്നുള്ളതാണ്. മാനസികമായി നമ്മൾ അത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ നമ്മൾ ആ ദേവിയുടെ പാദങ്ങളിൽ വീണ് ആ ദേവിയുടെ പാദങ്ങളിൽ തൊഴുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വേണം നമ്മൾ നമോസ്തുതേ എന്ന് ചൊല്ലേണ്ടത്. അതായത് 4ാമത്തെ വരിയിൽ ലാസ്റ്റ് നമ്മൾ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന് ചൊല്ലുമ്പോൾ ഓരോ 4 വരിയുടെ എൻഡിലും നമ്മൾ മാനസികമായി നമ്മുടെ മുന്നിൽ മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഫോട്ടോയിൽ ദേവിയുടെ പാദങ്ങളിൽ നമ്മൾ ശരണാഗതി അടയുന്നതായി നമ്മൾ സങ്കല്പിച്ചു കൊണ്ട് ദേവിയുടെ ആ പാദങ്ങൾ നമ്മൾ തൊട്ട് നമ്മുടെ കണ്ണിൽ വെച്ച് തൊഴുന്നതായി വേണം 8 സ്റ്റാൻസ് നമ്മൾ വായിക്കേണ്ടത്. ഈ ഒരു അഷ്ടകം ചൊല്ലുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ പോയിൻ്റാണത്. ശരണാഗതി പറഞ്ഞുകൊണ്ട് ദേവിയോട് പാദത്തിൽ നമ്മൾ തൊട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ 4 വരി ചൊല്ലിയിട്ട് ദേവിയുടെ മുന്നിൽ നമ്മൾ ദേവിയുടെ പാദത്തിൽ തൊടുമ്പോൾ ദേവിയുടെ ആ മനസ്സ് കുളിരുമെന്നാണ്. അതായത് സന്തോഷം കൊണ്ടപ്പോൾ നമ്മൾ തന്നെ ഒരാൾ നമ്മുടെ കാൽപാദത്തിൽ വന്ന് തൊഴുത് അനുഗ്രഹം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു സന്തോഷം തോന്നാറില്ലേ?
അതുപോലെ തന്നെയാണ് ദേവിയുടെ മക്കളാണ് നമ്മൾ എല്ലാവരും തന്നെ. ഓരോ 4 വരികളിലും ചൊല്ലി ലാസ്റ്റിൽ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന് ചൊല്ലിക്കൊണ്ട് ദേവിയുടെ കാൽപാദത്തിൽ വീണ് നമ്മൾ ശരണാഗതി പ്രാപിക്കുമ്പോൾ ദേവിയുടെ മനസ്സ് അവിടെ സന്തോഷിച്ച് നമുക്ക് അനുഗ്രഹം നൽകും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെറുതെ ഒരു 2 മിനിറ്റ് കൊണ്ട് ഈ ഒരു അഷ്ടകം ചൊല്ലാം. അങ്ങനെ ചൊല്ലിയിട്ട് യാതൊരുവിധ ഫലവും മാത്രമല്ല, ഈ അഷ്ടകം ഏതൊരാളാണോ ചൊല്ലുന്നത് അയാളുടെ പാപങ്ങൾ ഉടനടി തീർത്ത് അനുഗ്രഹിക്കും എന്ന് അഗസ്ത്യ മഹർഷിക്ക് മഹാലക്ഷ്മി വാക്ക് കൊടുത്തതായിട്ടാണ് നമ്മൾ പുരാണങ്ങളിൽ പറയുന്നത്. ഇപ്പോൾ മഹാലക്ഷ്മി അഷ്ടകത്തിലെ ആദ്യത്തെ 4 വരികൾ നോക്കുകയാണെങ്കിൽ നമോസ്തുതേ മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ആ നമോസ്തുതേ ചൊല്ലുമ്പോൾ നമ്മൾ ദേവിയുടെ മുന്നിൽ ദേവിയുടെ പാദങ്ങളിൽ തൊട്ട് ശരണാഗതി പ്രാപിക്കണം. ഇപ്പോൾ ആദ്യത്തെ വരിയിൽ ശ്രീപീഠേ സുരപൂജിതേ, ശ്രീപീഠം എന്ന ശ്രീചക്രത്തിൽ ഇരിക്കുന്ന മഹാശക്തി അമ്മയാണ് എന്നാൽ നമ്മൾ അവിടെ പറയുന്നത്. അതുപോലെ ശംഖചക്ര ഗദാഹസ്തേ, ശംഖചക്രം കയ്യിൽ വെച്ചിരിക്കുന്ന ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അടുത്ത സ്റ്റാൻസിൽ പറയുന്നത്. നമസ്തേ ഗരുഡാരൂഢ കോലാസുര ഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ എന്നാണ്. അതായത് കോലാസുരൻ എന്ന അസുരനെ നിഗ്രഹിച്ച ഭയങ്കരിയായിരിക്കുന്ന ദേവി, അതുപോലെ തന്നെ സർവപാപഹരേ. ഇവിടെ സർവപാപഹരേ എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലുമുള്ള പാപങ്ങളെയും ക്ഷമിക്കാൻ കഴിവുള്ള ദേവി എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയി, ദേവി എൻ്റെ ആ പാപങ്ങളൊക്കെ എന്നെ ക്ഷമിച്ച് എൻ്റെ ഈ കടങ്ങളെല്ലാം നീ എന്നെ മാറ്റി എന്നെ രക്ഷിക്കണേ എന്നാണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ ദിവസവും ഇത് ചൊല്ലണം എന്നൊന്നുമില്ല. വെള്ളിയാഴ്ച ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ ചൊല്ലിയാൽ തീർച്ചയായും ഫലം കിട്ടും. ഇങ്ങനെ ഓരോ 4 വരികൾ ചൊല്ലുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകും. അപ്പോൾ ആ ഓരോ 4 വരികളും ചൊല്ലി വേണം പ്രാർത്ഥിക്കേണ്ടത്. വെള്ളിയാഴ്ച ടൈം പറഞ്ഞു, ഒരു ലക്ഷ്മി വിളക്ക് വീട്ടിലുണ്ടെങ്കിൽ ഒരു ലക്ഷ്മി വിളക്ക് കൊളുത്തി നെയ്യ് ഒഴിക്കാം എന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊളുത്താം. വിളക്ക് തെളിയിച്ചിട്ട് നമ്മൾ സാധാരണ നിലവിളക്കൊക്കെ കൊളുത്തുന്നതൊന്നും ആ ടൈമിൽ കൊളുത്തേണ്ട ആവശ്യമില്ല. മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഈ ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ടത്. നെയ്യ് ഒഴിച്ച് തന്നെ കൊളുത്താൻ ശ്രമിക്കുക. ഈ ഒരു ദിവസം, അതായത് വെള്ളിയാഴ്ച 8 മുതൽ 9 മണി വരെയുള്ള ഈ ഒരു ദിവസത്തിലെ ഈ സമയം മാത്രം നെയ്വിളക്ക് കൊളുത്തിയാൽ മതി. മറ്റു ദിവസങ്ങൾ ഒന്നും കൊളുത്താൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞത്. ഇനി നമ്മൾ ദേവിയുടെ മുന്നിൽ വയ്ക്കുന്ന നിവേദ്യങ്ങൾക്കുണ്ട് കാര്യം. അപ്പോൾ എപ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥന വയ്ക്കുമ്പോൾ ആ ഒരു ദേവനോ അല്ലെങ്കിൽ ആ ദേവിയുടെ ആ ഒരു മനസ്സ് കുളിരണം. അതായത് വളരെയധികം സന്തോഷമായിട്ട് നമുക്ക് ആ അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകണം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഗണപതി ഭഗവാൻ ഇത്രയധികം ഭക്ഷണങ്ങൾ ഭഗവാന്റെ മുന്നിൽ വെച്ചാലും നമ്മൾ വിളക്കൊന്ന് ഭഗവാന്റെ മുന്നിൽ കൊളുത്തി വെക്കണം എന്നൊന്നും നിർബന്ധമില്ല. നമ്മുടെ ഹാളിൽ ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് ഭഗവാന്റെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലെല്ലാവർക്കും എടുക്കാവുന്നതാണ്. എപ്പോഴും ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ ഭക്ഷണങ്ങൾ വെക്കുകയാണെങ്കിൽ ഭഗവാന്റെ മനസ്സ് ഒരുപാട് സന്തോഷിക്കും. അതിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുമ്പോൾ ദേവിക്ക് എന്താണോ പ്രിയം അത് വെച്ച് വേണം നമ്മൾ ചൊല്ലേണ്ടത്. എന്തൊക്കെയാണ് ദേവിക്ക് പ്രിയം? ദേവിക്ക് വെള്ള നിറത്തിലുള്ള പാൽപ്പായസം പ്രിയമുള്ളതാണ്. അപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ആവിയിൽ പുഴുങ്ങി ഉണ്ടാക്കുന്ന ഏതൊരു ഭക്ഷണവും മഹാലക്ഷ്മിക്ക് വെക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള വസ്തുക്കൾ, വെള്ള നിറത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ചെറിയൊരു വെള്ളിക്കിണ്ണത്തിൽ കുറച്ച് ശുദ്ധമായ തേൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഹണി കിട്ടുമെങ്കിൽ അതൊരു ചെറിയ വെള്ളിക്കിണ്ണത്തിൽ ദേവിയുടെ മുന്നിൽ വയ്ക്കാവുന്നതാണ്. വെള്ളിക്കിണ്ണം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു കിണ്ണം വാങ്ങാം. ഒരു 500 രൂപയോ 1000 രൂപയോ കൊടുത്താൽ നമുക്ക് കിട്ടും. ചെറിയ സൈസിലുള്ള ഒരു കിണ്ണം കിട്ടും. വെള്ളി അവിടെ വയ്ക്കുന്നതിന് പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. ശുക്രൻ്റെ ലോഹമാണ് വെള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളിയിലാണ് നമ്മൾ ദേവിക്ക് തേൻ വയ്ക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ദേവിക്ക് ആ നിവേദ്യം സമർപ്പിച്ചുകൊണ്ട് വേണം ഈ ഒരു നാമം ചൊല്ലേണ്ടത്. അത് വളരെ മുഖ്യമാണ്. ഒരേ ഒരു ദിവസം മാത്രം ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി. 8 വെള്ളിയാഴ്ച കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനിയും ചൊല്ലുന്ന ആ ആൾ
ആരാണോ കടം വാങ്ങിയത് ആ ഒരാൾ ചൊല്ലുമ്പോഴാണ് കൂടുതൽ ഫലം. കൂടുതൽ വീടുകളിലും ഭർത്താക്കന്മാരായിരിക്കും കടം വാങ്ങിയിട്ടുള്ളത്. ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ ചൊല്ലുമോ എന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും അങ്ങനെ ചൊല്ലാറുമുണ്ട്. എന്നാൽ ആ കടം വാങ്ങിയ ആൾ തന്നെ ഇത് ചൊല്ലുകയാണെങ്കിൽ 100% പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. അയാൾക്ക് പകരം വേറൊരാൾ ചൊല്ലുമ്പോൾ ആ റിസൾട്ട് കിട്ടാൻ വളരെയധികം വൈകും. ഇവിടെ ഇന്ദ്രന് തൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഇന്ദ്രൻ്റെ ഭാര്യയായി ഇന്ദ്രാണിയോട് അല്ല പറഞ്ഞത്. മഹാലക്ഷ്മിയുടെ നാമങ്ങൾ ചൊല്ലുന്നതിന് വേണ്ടി ഇന്ദ്രൻ സ്വയം മഹാലക്ഷ്മിയെ പൂജിച്ച് പ്രാർത്ഥിച്ചാണ് തൻ്റെ സൗഭാഗ്യങ്ങൾ തിരികെ നേടിയത്. ആരാണോ കടം വാങ്ങിയത് അയാൾ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇനി സ്ത്രീകളാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ, അല്ല പുരുഷന്മാരാണെങ്കിലും കുളിച്ച് ശുദ്ധമായി വേണം ചൊല്ലേണ്ടത്. സ്ത്രീകൾ ചൊല്ലുമ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ശുദ്ധമായ വസ്ത്രം വേണം നമ്മൾ അണിയേണ്ടത് എന്നുള്ളതാണ്. ദയവ് ചെയ്ത് നമ്മുടെ നൈറ്റി എന്നൊരു വസ്ത്രം ദയവ് ചെയ്ത് ഒഴിവാക്കണം. ഒരു മണിക്കൂർ ഒരു കുർത്തയോ അല്ലെങ്കിൽ സാരിയോ ഉടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചൊല്ലി നോക്കി അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നിങ്ങൾക്ക് കേട്ടോ. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന്. എനിക്ക് വന്ന ഒരു കമൻറ്റിൽ ഒരു പുതിയ നൈറ്റി ഇട്ടുകൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യട്ടെ എന്ന് വരെ ചോദിച്ചവരുണ്ട്. നൈറ്റി എന്ന് പറഞ്ഞ് നമ്മൾ രാത്രിയിൽ ധരിക്കേണ്ട ഒരു വസ്ത്രമായതുകൊണ്ടാണ് പൂജാ സമയത്ത് അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ട് എല്ലാ ലക്ഷ്മി പൂജ ചെയ്യുമ്പോഴും അത് ധരിച്ചിട്ട് പിന്നീട് അത് കഴുകി പിന്നെയും വീണ്ടും ധരിക്കാവുന്നതാണ്. ലക്ഷ്മി പൂജ ചെയ്യുന്ന ആ സമയത്ത് മാത്രം നമ്മളതൊന്ന് കീപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ വളരെ നല്ലതായിരിക്കും. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയമെന്ന് പറയുന്ന നല്ല സുഗന്ധമുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ദേവിക്ക് നല്ല മണമുള്ള മുല്ലപ്പൂക്കൾ ചാർത്താൻ ശ്രമിക്കുക. മുല്ലപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. കൂടാതെ ഏലക്കാമാല ചാർത്താം. ഇതെല്ലാം ഒന്നിച്ച് ചെയ്യണമെന്നില്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ. നമുക്ക് ഈ 8 ആഴ്ചയിൽ ഏതെങ്കിലും ഒരാഴ്ച ദേവിക്ക് ഏലക്കാമാല ചാർത്താൻ സാധിച്ചില്ല, ഏലക്കാമാല ചാർത്താൻ സാധിക്കുകയാണെങ്കിൽ അത് ചെയ്യാവുന്നതുമാണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ പലർക്കും സംശയം തോന്നി 27 ഏലക്ക കൊണ്ടൊരു ലക്ഷ്മി പൂജ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ചെയ്യണമോ? ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യാവുന്നതാണ്. മറ്റേത് ഏത് ദിവസവും ചെയ്യാവുന്നതാണ്. നോൺ വെജ് ഭക്ഷണം കഴിക്കല് വളരെ ശുദ്ധിയോട് വേണം. അഥവാ നിങ്ങൾക്ക് നോൺ വെജ് അത്ര നിർബന്ധമാണെങ്കിൽ പൂജയ്ക്ക് ശേഷം നോൺ വെജ് കഴിക്കുക രാത്രിയിലൊക്കെ. അപ്പോൾ നിങ്ങൾ നമ്മളുടെ ഈ വീഡിയോയിൽ മഹാലക്ഷ്മി പൂജയുടെ ഞാൻ വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടി കേട്ടിട്ട് പിന്നെയും നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ എന്നോട് ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 1-2 വട്ടം നിങ്ങളിത് കേട്ടതിന് ശേഷം ഇത് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ അത് ശരിയാക്കാൻ പറ്റും. അപ്പോൾ മഹാലക്ഷ്മിക്ക് സുഗന്ധമുള്ള സാധനങ്ങളാണല്ലോ ഇഷ്ടം. അപ്പം ധൂപ ആരതികളൊക്കെ നമ്മൾ ചെയ്യണം. രണ്ടാമത് നമ്മൾ 2 ഏലക്ക എടുത്ത് വായിലിട്ട് ചവയ്ക്കണം. കാര്യം നമ്മുടെ വായിൽ നിന്നും ദുർഗന്ധമൊന്നും വരാൻ പാടില്ല. അപ്പം അലക്കിയ വസ്ത്രമായിരിക്കണം. അതിലിച്ചിരി സ്പ്രേ ഒക്കെ തെളിച്ചത് ഇത് 2 കുപ്പിവളയൊക്കെ ഇട്ട് വായിലൊരു ഏലക്ക ചവച്ച് വായിക്കകത്തും ദുർഗന്ധമൊന്നും ഉണ്ടാകാതെ വേണം നമ്മൾ ഈ പൂജ ചെയ്യാൻ. അപ്പോൾ രാത്രി 8 മുതൽ 9 മണി വരെയുള്ള സമയത്ത് ദേവിക്ക് മുല്ലപ്പൂ ചാർത്തി നിവേദ്യം സമർപ്പിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കൂ. 100% റിസൾട്ട് കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ്